ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തനി നാടൻ പൊതിച്ചോറാണ്. പൊതിച്ചോറ് റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ക്യാബേജ് മെഴുക്കുവരട്ടിയാണ്. അതിനുവേണ്ടി ക്യാബേജ് നീളത്തിലരിഞ്ഞ് കുറച്ച് സവാളയും 2 പച്ചമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതിനെ കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഏത് മെഴുക്കുവരട്ടി വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇപ്പം വെണ്ടക്ക മെഴുക്കുവരട്ടി ഉണ്ട്, കോവക്ക മെഴുക്കുവരട്ടി, അങ്ങനെ ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുകും കുറച്ച് ഉഴുന്നുപരിപ്പും 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി തീരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാബേജ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ അടച്ചു വെക്കാതെയാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പം ഇത് ഇവിടെ നിന്ന് റെഡി ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ചമ്മന്തി റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം പുളി, 5-6 ചെറിയ ഉള്ളി, വറ്റൽ മുളക് ചൂടാക്കിയത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം, ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഇതിനെ നമ്മളൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. ചമ്മന്തി ആയതുകൊണ്ട് ഇത് നല്ലോണം അരയേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ പൊതിച്ചോറിലേക്കുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെമ്മീനാണ്. എനിക്ക് മത്തിയും അയിലയും ഒന്നും കിട്ടിയില്ല. നമ്മൾ സാധാരണ പൊതിച്ചോറിൽ വെക്കാറുള്ളത് മത്തി പൊരിച്ചതും അയില പൊരിച്ചതും ഒക്കെയാണ്. പക്ഷെ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല, എനിക്ക് ചെമ്മീനാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ ചെമ്മീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് അരമണിക്കൂറിന് ശേഷം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ ചെമ്മീൻ ക്ലീൻ ചെയ്ത സമയത്ത് ഞാനതിൻ്റെ തല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടൊരു മൊളിഷാണ് ഞാൻ ഇവിടെ റെഡിയാക്കുന്നത്. ഇത് അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ്. ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കുറച്ച് പുളിവെള്ളവും ചേർത്ത് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ചത് കുറച്ച് കൂടിപ്പോയോ എന്ന് സംശയമുണ്ട്. ഇതിലെ വെള്ളമെല്ലാം വറ്റിപ്പോയി. ഇതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ തകർപ്പൻ മൊളിഷൻ റെഡി. ഇനി നമുക്ക് റെഡിയാക്കാനുള്ളത് ഓംലെറ്റ് ആണ്. അതിനുവേണ്ടി സവാള ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, മുട്ട, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഓംലെറ്റും റെഡി. ഇനി നമ്മുടെ പൊതിച്ചോറിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് വാഴയിലയാണ്. അപ്പോൾ ഒരു വാഴയില എടുത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് വാട്ടിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ വാഴയില വാട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചമ്മന്തി എടുത്ത് കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടി ആ ചോറിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കുറച്ച് മെഴുക്കുവരട്ടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. മെഴുക്കുവരട്ടി കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കണം, കാരണം നമ്മളിതിൽ കറിയൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ചമ്മന്തിയും മെഴുക്കുവരട്ടിയും കൂട്ടിയാണ് ചോറ് കഴിക്കേണ്ടത്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഓംലെറ്റും കുറച്ച് നാരങ്ങാച്ചാറും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം വാഴയില വാട്ടിയത് എടുത്ത് അതിൽ നമ്മൾ ചെമ്മീൻ പൊരിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായി പൊതിഞ്ഞതിന് ശേഷം ചോറിൻ്റെ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഒരു സാധനം കൂടി ബാക്കിയുണ്ട്, ചെമ്മീൻ്റെ തല മൊളിഷ്. അത് കുറച്ചെടുത്ത് നമ്മൾ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ആഹാ, കാണുമ്പം തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. പൊതിച്ചോറ് നല്ല അസലായിട്ട് പൊതിയാൻ എക്സ്പേർട്സ് നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരുമാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൈ കടത്തുന്നില്ല. ഇത് അമ്മ തന്നെയാണ് പൊതിയുന്നത്. വാഴയിലയിൽ പൊതിഞ്ഞതിന് ശേഷം നമ്മളിത് ന്യൂസ് പേപ്പറിലും കൂടി പൊതിയുന്നുണ്ട്. ഇത് പൊതിഞ്ഞതിന് ശേഷം 1 മണിക്കൂറെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ വാഴയിലയുടെ ആ ടേസ്റ്റൊക്കെ നമ്മുടെ ചോറിലേക്ക് പിടിക്കുള്ളൂ. ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കൺട്രോൾ പോയി. അതുകൊണ്ട് ഞാൻ കഴിക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ പൊതിച്ചോറിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുവരെ പൊതിച്ചോറ് കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ പൊതിച്ചോറൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ ചോറിൻ്റെ കൂടെ കുറച്ച് ചമ്മന്തിയും മെഴുക്കുവരട്ടിയും മീൻ പൊരിച്ചതും ഓംലെറ്റും അച്ചാറും എല്ലാം മിക്സ് ചെയ്ത് ഞാൻ കഴിച്ചു നോക്കി. ഹോ, അന്തസ്.